ഹായ് എവരിവൺ, കുറച്ച് PYQs ആണ് നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റ് എക്സാം അല്ലെങ്കിൽ മൈക്രോബയോളജിസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ളവർക്കായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊരു ഡയറി മൈക്രോബയോളജിസ്റ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറി ടെക്നോളജിയിൽ വരുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ PDF നിങ്ങൾക്ക് ടെലിഗ്രാമിനകത്ത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഞാൻ എന്തായാലും നമ്മുടെ സിലബസിനകത്ത് വരുന്നതിൻ്റെത് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇതിനകത്ത് 52nd ക്വസ്റ്റ്യൻ നമ്പർ 52. ഡാഷ് ഈസ് എ തെർമോഡ്യൂറിക് ബാക്ടീരിയ ദാറ്റ് ഈസ് മോസ്റ്റ്ലി derived ഫ്രം മിൽക്കിംഗ് എക്യുപ്മെൻറ്റ് വിച്ച് ഷോസ് 100% സർവൈവൽ ഡ്യൂറിങ് പാസ്ചറൈസേഷൻ. അപ്പോൾ ഇത് നമ്മുടെ പാസ്ചറൈസേഷനൊക്കെ നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടും മിൽക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 100% സർവൈവലാണ് പാസ്ചറൈസേഷൻ്റെ ടൈമിൽ ഈ ബാക്ടീരിയ കാണിക്കുന്നുള്ളത്. അത് ഏത് ബാക്ടീരിയ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക മൈക്കോബാക്ടീരിയം ലാക്റ്റിക്കം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഡാഷ് ആർ മോർ സെൻസിറ്റീവ് ടു ലിറ്റിക് ആക്ഷൻ ഓഫ് ലൈസോസൈം. സോ ലൈസോസൈമിൻ്റെ ലിറ്റിക് ആക്ഷന് മോർ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, പിന്നെ ബോത്ത് 1 and 2 സ്പോർ ഫോമേഴ്സ്, അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിനകത്ത് മോർ സെൻസിറ്റീവ് ആയിട്ട് വരുന്നുള്ളത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. പഠിച്ചു വെക്കുക, ഗ്രാം പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സൈക്രോട്രോഫിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ഏതാണ്, ഗ്രാം പോസിറ്റീവ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം എന്താണ്, സൈക്രോട്രോഫിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ വരിക ഫ്ലാവോ ബാക്ടീരിയം ആണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ വരിക ഇവിടെ ഫ്ലാവോ ബാക്ടീരിയം ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വൈഡാൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ്. വൈഡാൽ ടെസ്റ്റ് അല്ലെ, കോമൺ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, ടൈഫോയിഡ് ഫീവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഓർഗാനിസമാണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നുള്ളത്, സാൽമോണല്ല ടൈഫൈ. ക്വസ്റ്റ്യൻ നമ്പർ 60. ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് പ്രൊഡ്യൂസ് സ്ട്രോബെറി ലൈക്ക് അരോമ ഇൻ മിൽക്ക് ആൻഡ് ബട്ടർ ഹെൽഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടറിനകത്ത് ഒരു സ്ട്രോബെറി ലൈക്ക് അരോമ കോസ് ചെയ്യുന്നുള്ളത് ഏത് ഓർഗാനിസം ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബട്ടർ പഠിക്കാനുള്ളതുകൊണ്ടാണ്, ബട്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക സ്യൂഡോമോണാസ് ഫ്രാഗി ആണ് കേട്ടോ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 61. ഹൈ ടോട്ടൽ കൗണ്ട് ബട്ട് ലോ കോളിഫോം കൗണ്ട് ഇൻ ക്രീം ഇൻഡിക്കേറ്റ്സ്. അത് ശരിക്കും നമുക്കില്ല, എങ്കിലും ഇവിടെ വായിച്ചതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഹൈ ടോട്ടൽ കൗണ്ട് ബട്ട് ലോ കോളിഫോം കൗണ്ട്. ടോട്ടൽ കൗണ്ട് കൂടുതലാണ്, ലോ കോളിഫോം കൗണ്ട് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ക്രീമിനകത്ത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഗുഡ് ഹൈജീൻ ആണ്, പക്ഷേ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഹൈ ആണെന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിസ്ക് ഗ്രൂപ്പ് 4 ഇൻക്ലൂഡ്സ് മൈക്രോ ഓർഗാനിസംസ് വിത്ത്. അപ്പോൾ റിസ്ക് ഗ്രൂപ്പ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ റിസ്ക് ഗ്രൂപ്പ് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കി വെക്കാം കേട്ടോ. റിസ്ക് ഗ്രൂപ്പ് 4-നകത്ത് വരുന്നുള്ളത് ഹൈ ഇൻഡിവിജ്വൽ ആൻഡ് ഹൈ കമ്മ്യൂണിറ്റി റിസ്ക് ആണ്. ഹൈ ഇൻഡിവിജ്വൽ ആൻഡ് ഹൈ കമ്മ്യൂണിറ്റി റിസ്ക് ആണ്. ഓക്കെ, ഇത് നമ്മുടെ സിലബസിനകത്ത് തന്നെ വരുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, എങ്കിലും മുന്നത്തെ ഒരു ഡയറി മൈക്രോബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഡയറി ബാക്ടീരിയോളജിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നിന്ന് മൈക്രോബയോളജി മാത്രം ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 78. പീപ്പിൾ ഹൂ അക്വയർ ആൻഡ് ഹാർബർ എ പാത്തജൻ ത്രൂ ക്ലോസ് കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ബട്ട് ഡു നോട്ട് അക്വയർ ദ ഡിസീസ്. ഡിസീസ് അയാൾക്ക് ഉണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും, അയാളൊരു ക്യാരിയർ ആയിരിക്കും, കോണ്ടാക്ട് ക്യാരിയർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ചിലവർക്ക് അസുഖം ഉണ്ടാവില്ല, പക്ഷെ അവരെന്തായിരിക്കും, ക്യാരിയർ ആയിരിക്കും. നെക്സ്റ്റ്, എയർ സാനിറ്റേഷൻ സിസ്റ്റം അപ്ലൈഡ് ടു കൺട്രോൾ എയർബോൺ കണ്ടാമിനേഷൻ ഇൻ ഡയറി പ്രോസസ്സിംഗ് ഏരിയ. അപ്പോൾ എയർബോൺ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും, ഓസോൺ, UV ലൈറ്റ്, ഫോഗിങ്, ഇത് 3ഉം യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് ആണ്. ഫ്രീസ് ഡ്രൈയിങ് ഈസ് ഓൾസോ നോൺ ആസ്. ഫ്രീസ് ഡ്രൈയിങ് എന്തിനാണെന്ന് അറിയപ്പെടുന്നത്, ലയോഫിലൈസേഷൻ അല്ലേ. ലയോഫിലൈസേഷനെയാണ് നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് എന്ന് അറിയപ്പെടുന്നുള്ളത്. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ പ്രീബയോട്ടിക്. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഡാഷ് ഇസ് എ പ്രീബയോട്ടിക് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ബൈഫിഡോ ബാക്ടീരിയം ഒരു പ്രീബയോട്ടിക് ആണ്, ലാക്ടോബാസിലസ് ഒരു പ്രീബയോട്ടിക് ആണ്, പിന്നെ ഏതാണ് നമ്മുടെ പ്രൊപ്പിയോണി ബാക്ടീരിയം, ഇതും ഇതൊക്കെ ഒരു പ്രോബയോട്ടിക് ആണ്. ബൈഫിഡോ ബാക്ടീരിയം ഒരു പ്രോബയോട്ടിക് ആണ്, ലാക്ടോബാസിലസ് ഒരു പ്രോബയോട്ടിക് ആണ്, പ്രൊപ്പിയോണി ബാക്ടീരിയവും ഒരു പ്രോബയോട്ടിക് ആണ്. ഇവിടെ പ്രീബയോട്ടിക് ആയിട്ട് വരുന്നുള്ളത് ഒളിഗോസാക്കറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കണേ, ഇതിൻ്റെ പ്രീബയോട്ടിക്കിൻ്റെയും പ്രോബയോട്ടിക്കിൻ്റെയും. ഇനി നമുക്ക്
Time required to destroy 90% of viable pathogenic organisms at specific temperature is called. എന്താണ് 90% മൈക്രോ ഓർഗാനിസത്തിനെയും, അതായത് വയബിൾ ആയിട്ടുള്ള പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡി വാല്യൂ എന്ന് പറയാം. ഓപ്ഷൻ സി ഡി വാല്യൂ ആണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ സൾഫൈഡ് റിലേറ്റഡ് സ്പോർ ഫോമർ ഓർഗാനിസം. ഏതാണ് സൾഫൈഡ് റിലേറ്റഡ് സ്പോയിലേജ് സ്പോർ ഫോമർ ഓർഗാനിസം ആയിട്ട് വരുന്നുള്ളത്? ക്ലോസ്ട്രീഡിയം നൈഗ്രിഫിക്കൻസ് ആണ്. Mycobacterium species including Mycobacterium paratuberculosis can be obtained from the patients suffering from. അപ്പോൾ മൈക്കോബാക്ടീരിയം സ്പീഷീസ് നമ്മൾ ഏത് പേഷ്യൻറ്റിൽ നിന്നാണ് എന്തെന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രോൺസ് ഡിസീസ്, ജോൺസൺസ് ഡിസീസ്, സാൽമോണലോസിസ്, അതുപോലെ തന്നെ ടൈഫോയിഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ക്രോൺസ് ഡിസീസ് ആണ് കേട്ടോ. മൈക്കോബാക്ടീരിയം സ്പീഷീസും അതുപോലെ തന്നെ മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്കുലോസിസും. നെക്സ്റ്റ്, ദ ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റെഫൈലോകോക്കസ് ഏരിയസ്. സ്റ്റെഫൈലോകോക്കസ് ഏരിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ എങ്ങനെയാണ്? എൻറ്ററോടോക്സിൻ ആണ് അല്ലേ. നെക്സ്റ്റ്, ക്ലോസ്ട്രീഡിയം ബൊട്ടുലിനം പ്രൊഡ്യൂസസ് എ ടോക്സിൻ നോൺ ആസ്. അപ്പോൾ ക്ലോസ്ട്രീഡിയം ബൊട്ടുലിനം എന്താണ്? ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ എങ്ങനെയാണ് അറിയപ്പെടുന്നുള്ളത്? ന്യൂറോടോക്സിൻ ആണ്. അതൊരു ന്യൂറോടോക്സിൻ ആണ്. നെക്സ്റ്റ്, ഡാഷ് ഇൻ പാത്തോജനിക് ബാക്ടീരിയ ഈസ് നോൺ ആസ് എ ബിഗ് ചാലഞ്ച് ഫോർ പബ്ലിക് ഹെൽത്ത് വേൾഡ് വൈഡ്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന കുറച്ച് എന്താണ് ഫീച്ചേഴ്സ് ഉണ്ട്. തെർമോസ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, മ്യൂട്ടേഷൻസ്, എമർജൻസ് ഓഫ് ന്യൂ പാത്തജൻസ്. ഇതിനകത്ത് ഏതാണ് ബിഗ് ചാലഞ്ചായിട്ട് ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്ത് വേൾഡ് വൈഡിനകത്ത് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻറ്റി മൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഈസ് എ പാത്തജനിക് ബാക്ടീരിയ നോൺ ടു ഗ്രോ വെരി സ്വിഫ്റ്റ്ലി ഇൻ ചോക്ലേറ്റ് മിൽക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. ലിസ്റ്റീരിയനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റീരിയ മോണോസൈറ്റോജിൻസ് ഈസ് എ പാത്തോജനിക് ബാക്ടീരിയ നോൺ ടു ഗ്രോ വെരി സ്വിഫ്റ്റ്ലി ഇൻ ചോക്ലേറ്റ് മിൽക്ക്. ഓക്കെ. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ പഠിച്ചോളൂ. നോൺ കൾച്ചർ മെത്തേഡ് ടു ഡിറ്റക്ട് പാത്തോജനിക് ബാക്ടീരിയ ഇൻ ഡയറി പ്രൊഡക്ട്സ്. ഡയറി പ്രൊഡക്ട്സിനകത്ത് നമുക്ക് പാത്തോജനിക് ബാക്ടീരിയനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല നോൺ കൾച്ചർ മെത്തേഡാണ്. ഏതാണ്? PCR. ഓക്കെ, PCR വെച്ചിട്ടാണ് നമ്മൾ പാത്തോജനിക് ബാക്ടീരിയനെ ഡയറി പ്രൊഡക്ട്സിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത്. നോൺ കൾച്ചർ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നോക്കുന്നുള്ളത് മൈക്രോബയോളജിസ്റ്റ് എക്സാമിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ സിലബസിനകത്ത് ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? GK ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ 20 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് 21st ക്വസ്റ്റ്യൻ റൂട്ട് പോവാണ്. വിച്ച് among the following organism causes foodborne intoxication as a cause of food poisoning? അപ്പോൾ ഏതാണ് ഒരു ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നുള്ളത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു സ്റ്റെഫൈലോകോക്കസ് ഏരിയസ് എന്ന് പറയുന്നത് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, എൻഡറോടോക്സിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. Question number 22. What is the optimum temperature for the growth of most of the psychrotrophs? അപ്പോൾ സൈക്രോട്രോപ്സിൻ്റെ ഒരു എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. -15°C, -20 ഇത് മൈനസ് അല്ല കേട്ടോ, 20°C, 1°C, 10°C. അപ്പോൾ ഇവിടെ സൈക്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ 20°C ആണ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചറായിട്ട് വരുന്നുള്ളത്. അപ്പോൾ സൈക്രോട്രോപ്സിൻ്റെതും അതുപോലെ തന്നെ തെർമോഫിലിക് അതുപോലെ തന്നെ മീസോഫിലിക് ഓർഗാനിസത്തിൻ്റെ ഒക്കെ കറക്റ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ മറന്നുപോയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ്, stillbirth in cattle and human beings is caused by the action of food poisoning that involves the presence of which bacteria? അപ്പോൾ സ്റ്റിൽ ബർത്ത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിലും കാറ്റിൽസിലൊക്കെ സ്റ്റിൽ ബർത്ത് കോസ് ചെയ്യുന്നുള്ളത് ഏതിൻ്റെ ആക്ഷനാണ്? അതായത് ഏത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ പ്രകാരമാണ്? ലിസ്റ്റീരിയ മോണോസൈറ്റോജിൻസിൻ്റെ ആക്ഷനാണ്. നെയിം ദ ആൻറ്റി മൈക്രോബിയൽ ഇൻഗ്രീഡിയൻറ്റ് പ്രസൻറ്റ് ഇൻ ക്ലോവ്. അപ്പോൾ ക്ലോവിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യൂഗിനോളാണ് കറക്റ്റായിട്ട് വരുന്നുള്ളത് കേട്ടോ. അത് നമുക്ക് ഇല്ലാന്ന് തോന്നുന്നു. നെക്സ്റ്റ്, സെലക്ട് ദ EH വാല്യൂ ലിമിറ്റ് ബിലോ വിച്ച് എൻവയോൺമെൻറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അനേറോബിക് ഇൻ നേച്ചർ. അപ്പോൾ ഇവിടെ നോക്കി വെച്ചോളൂ.
200 MV ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ് നെയിം എ മോൾഡ് ലൈക്ക് ഈസ്റ്റ് എമംഗ് ദ ഫോളോവിങ്. അപ്പോൾ മോൾഡ് ലൈക്ക് ഈസ്റ്റ് ആണ് എൻഡോമൈക്കോപ്സിസ്. ഏതാണ്? എൻഡോമൈക്കോപ്സിസ്. The maximum amount of alcohol content permissible in the case of table wines. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ്, അത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ ബിയർ അതുപോലുള്ള നമുക്ക് പഠിക്കാനുള്ള ആൽക്കഹോളിക് ബിവറേജസിൻ്റെയൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ടേബിൾ വൈൻസിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രയാണ്? പെർമിസിബിൾ ആൽക്കഹോൾ കണ്ടൻറ്റ് 14% ആണ്. എന്താണ്? 14% ആണ്. നെക്സ്റ്റ് 29th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The flavoring compound with antibacterial activity that is present in the flower petals of the plant hops that is used in the beer industry. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഓപ്ഷൻ സി ഹ്യൂമിലോൺ ആൻഡ് ലുപ്പിലോൺ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ ദ ഫ്ലേവറിംഗ് കോമ്പൗണ്ട് വിത്ത് ആൻറ്റിബാക്ടീരിയൽ ആക്ടിവിറ്റി ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫ്ലവർ പെറ്റൽസ് ഓഫ് ദ പ്ലാന്റ് ഹോപ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിയർ ഇൻഡസ്ട്രി. അതേതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, HACCP ആണ്. HACCP ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ ഫോം തെറ്റാതെ പഠിച്ചു വെക്കണേ. ഹൗ ദ പേഴ്സണൽ ഹൈജീൻ HACCP സിസ്റ്റം ഈസ് എ മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് ഈസ് മോണിറ്റേർഡ്. അപ്പോൾ ഒരു മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റിനകത്ത് എങ്ങനെയാണ് ഒരു HACCP മോണിറ്റർ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? പേഴ്സണൽ ഹൈജീൻ ആണ് കേട്ടോ. ഹാൻഡ് സ്വാബ്സ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരാം. നെക്സ്റ്റ് വിച്ച് ഈസ് ദ ഹ്യൂമൻ ഓർഗൻ ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ വീനോ ഒക്ലൂസീവ് ഡിസീസ്. അത് ലിവറാണ്. വീനോ ഒക്ലൂസീവ് ഡിസീസ് ആണെങ്കിൽ ലിവറാണ്. നെക്സ്റ്റ് ഡീഓക്സി നെവാലിനോൾ ഈസ് ഗ്രൂപ്പ്ഡ് അണ്ടർ ദ ബ്രോഡ് കാറ്റഗറി ഓഫ് കെമിക്കൽസ് റെഫേർഡ് ടു ആസ് ട്രൈക്കോതെസീൻസ്. നെക്സ്റ്റ് സെലക്ട് ദ മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ ദാറ്റ് കോസസ് ഫുഡ് പോയ്സണിങ്. അപ്പോൾ നമ്മൾ ഫുഡ് പോയ്സണിങ്ങിന് കോസ് ചെയ്യുന്ന ഓർഗാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഏത് ടോക്സിൻ ആണെന്നും ഏത് പ്രൊഡക്റ്റിനെയാണെന്നും കോസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ എന്ന് പറഞ്ഞ് എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പതറിപ്പോവരുത്. എന്താണ്? കാമ്പൈലോബാക്ടർ ജെജുനൈ ആണ് കറക്റ്റ് വരിക. കാമ്പൈലോബാക്ടർ ജെജുനൈ ആണ്. നെക്സ്റ്റ് മെൻഷൻ ദ നെയിം ഓഫ് ദ സയൻറ്റിസ്റ്റ് ഹൂ പ്രപ്പോസ്ഡ് ദ യൂസ് ഓഫ് സ്റ്റീൽ ക്യാൻസ് ഫോർ ദ ക്യാനിങ് പ്രോസസ്സ്. അപ്പോൾ ക്യാനിങ് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്യാനിങ് പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യുന്നുള്ള സ്റ്റീൽ ക്യാൻസ് യൂസ് ചെയ്യാനുള്ള ആ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സയൻറ്റിസ്റ്റ് ആരാണ്? പീറ്റർ ദുരാന്താണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ഓർഡറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ആക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ വാട്ടർ റിക്വയർമെൻറ്റ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രോത്ത് ഇൻ ഫുഡ് സ്റ്റഫ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ മാത്രം നമുക്ക് പഠിച്ചു വെക്കാം നേരെ. ഫസ്റ്റ് സ്പോയിലേജ് ബാക്ടീരിയ വരും, പിന്നീട് സ്പോയിലേജ് ഈസ്റ്റ്, സ്പോയിലേജ് മോൾഡ്, ഹാലോഫിലിക് ബാക്ടീരിയ, നെക്സ്റ്റ് ഓസ്മോഫിലിക് ഈസ്റ്റ്. അപ്പോൾ ആ ഓർഡർ നോട്ട് ചെയ്ത് വെച്ചല്ലോ. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്. ഇതിപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ലേ? വിച്ച് ഓഫ് ദ ഫോളോവിങ് സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സ്പോയിലേജ് ബാക്ടീരിയ ആണ് ആദ്യം പറയുന്നുള്ളത്. വാട്ടർ ആക്ടിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ സ്പോയിലേജ് ബാക്ടീരിയ, പിന്നെ സ്പോയിലേജ് ഈസ്റ്റ്, സ്പോയിലേജ് മോൾഡ്, ഹാലോഫിലിക്, ഓസ്മോഫിലിക്. ഓക്കെ. ഓർഡർ ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രോത്ത് ഇൻ ഫുഡ് സ്റ്റഫ്സ്. ഓക്കെ ആണ്. നെക്സ്റ്റ് വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ക്ലാസ് 1 പ്രിസർവേറ്റീവ്. തന്നിരിക്കുന്നതിനകത്ത് ക്ലാസ് 1 പ്രിസർവേറ്റീവ് അല്ലാത്തത് ഏതാണ്? പ്രൊപ്പിയോണിക് ആസിഡ് ആണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ് അല്ലാത്തത്. നെക്സ്റ്റ് ഇറ്റായി ഡിസീസ്. അത് ഏതിൻ്റെയാണ്? കാഡ്മിയത്തിൻ്റെ ആണ് അല്ലേ? കാഡ്മിയത്തിൻ്റെയാണ് ഇറ്റായി ഡിസീസ് വരുന്നുള്ളത്. നെക്സ്റ്റ് നെയിം ദ ടോക്സിക് ആൽക്കലോയിഡ് പ്രസൻറ്റ് ഇൻ ആർഗിമോൺ മെക്സിക്കാന വിച്ച് ഈസ് എ മേജർ അഡൾട്ടറൻറ്റ് ഇൻ മസ്റ്റാർഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നുള്ളത് ഓപ്ഷൻ സി ആണ്. സാങ്ക്യുനാരിൻ ആണ് കറക്റ്റായിട്ട് വരിക. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബിയർ മേക്കിംഗ്. വീണ്ടും ബിയർ ആണ്. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് തന്നെ ആയിരിക്കണം അവരുടെ എന്നില്ല കേട്ടോ. അവരുടെ അതിനകത്ത് ഇപ്പോൾ GK ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിനകത്ത് വ്യത്യാസം വരും. എങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നുള്ളത് കേട്ടോ. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബിയർ മേക്കിംഗ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ദ നോൺ സൊല്യൂബിൾ അൺഫെർമെൻറ്റബിൾ കാർബോഹൈഡ്രേറ്റ്സ് ഫ്രം ദ സെറിയൽസ് ആർ ഹൈഡ്രലൈസ്ഡ് ഇൻ ടു സൊല്യൂബിൾ ഫെർമെൻറ്റബിൾ മെറ്റീരിയൽസ്. അപ്പോൾ ഏത് പ്രോസസ്സിലാണ്? മാഷിങ്ങിലാണ് അല്ലേ? മാഷിങ്ങിലാണ്.
നെക്സ്റ്റ് വാട്ട് ഈസ് മിൽക്ക് പ്ലാസ്മ? മിൽക്ക് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ മിൽക്ക് വിത്തൗട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. മിൽക്ക് വിത്തൗട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെയാണ് നമ്മൾ മിൽക്ക് പ്ലാസ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെയിം ദ സൈക്രോട്രോഫിക് ബാക്ടീരിയ ബിലോങ്ങിങ് ടു എൻറ്ററോബാക്ടീരിയേസിയെ ദാറ്റ് കോസസ് എൻറ്ററിക് ഫങ്ഷൻ. അപ്പോൾ എൻറ്ററിക് ഫങ്ഷൻ കോസ് ചെയ്യുന്നുള്ള സൈക്രോട്രോഫിക് ബാക്ടീരിയ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എർസീനിയ എൻറ്ററോകൊലൈറ്റിക്കയാണ് കേട്ടോ. നെക്സ്റ്റ് വിച്ച് ഈസ് ദ മോസ്റ്റ് ടോക്സിക് പ്രസൻറ്റ് ഇൻ കില്ലർ ഈസ്റ്റ് that has adverse effect on beneficial yeast? Which is the toxic protein present in killer yeast? അപ്പോൾ കില്ലർ ഈസ്റ്റിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് സൈമോസൈഡ്. ഓപ്ഷൻ സി സൈമോസൈഡ് ആണ്. നെക്സ്റ്റ് വിച്ച് ഈസ് ദ ന്യൂ ടാക്സോണമിക്കൽ നെയിം ഗിവൺ ടു ദ ബോട്ടം ഫെർമെൻറ്റിംഗ് ഈസ്റ്റ്? സക്കാരോമൈസിസ് കാൾസ്ബെർഗൻസിസ്. അപ്പോൾ ഇവിടെ ഏതാണ് ന്യൂ ടാക്സോണമിക്കൽ നെയിം എന്നാണ് ക്വസ്റ്റ്യൻ. സക്കാരോമൈസിസ് പാസ്റ്റോറിയാനസ് എന്നാണ് ഇപ്പോഴത്തെ ന്യൂ നെയിമായിട്ട് വരുന്നുള്ളത്. നെയിം ദ സയൻറ്റിസ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ ഡെവലപ്ഡ് പ്യുവർ കൾച്ചർ ഓഫ് ഈസ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബിയർ. അപ്പോൾ പ്യുവർ കൾച്ചർ ഓഫ് ഈസ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? എമിൽ ഹാൻസൺ. ഇതൊക്കെ പുതിയ ക്വസ്റ്റ്യനാണ്, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ്. സയൻറ്റിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അത്രയ്ക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹാൻസൺ ആണ്. നെക്സ്റ്റ് സെലക്ട് ദ സീക്വൻസ് ഓഫ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനകത്ത് എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഫിൽട്രേഷൻ, പിന്നെ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ, ക്രിസ്റ്റലൈസേഷൻ, പിന്നീടാണ് ഡ്രൈയിങ് വരിക. ഓക്കെ, ഡ്രൈയിങ് വരിക. നെക്സ്റ്റ് ഇന്തോനേഷ്യൻ ടെമ്പക് ഈസ് എ പ്രോസസ്ഡ് ഫുഡ് ഡിറൈവ്ഡ് ഫ്രം, നോട്ട് ചെയ്ത് വെച്ചോളൂ, സോയാബീൻ ആണ്. ഓക്കെ, സോയാബീൻ. നെക്സ്റ്റ് നെയിം ദ ബാക്ടീരിയൽ സ്പീഷീസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ആൻ ആക്റ്റീവ് പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. അപ്പോൾ നെയിം ദ ബാക്ടീരിയൽ സ്പീഷീസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ആൻ ആക്റ്റീവ് പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. ഏതാണ് ആ ബാക്ടീരിയൽ സ്പീഷീസ്? സൈമോമോണാസ് മൊബിലിസ് ആണ്. സൈമോമോണാസ് മൊബിലിസ്. The enzyme responsible for the conversion of starch into fermentable sugars in the beer making process is ഏതാണ്? അമൈലേസ് ആണല്ലേ, അമൈലേസ്. നെക്സ്റ്റ് the most important anaerobic bacterial species that causes meat putrefaction is ഏതാണ്? anaerobic bacterial species. അപ്പോൾ ക്ലോസ്ട്രീഡിയം പെർഫറൻസസ് ആണ്. നെയിം ദ ന്യൂറോടോക്സിൻ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ലാത്തിരിസം. അപ്പോൾ അത് ബീറ്റ ഓക്സലിൽ അമിനോ അലനിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ദ ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി ടോളറേറ്റഡ് ബൈ ദ എമറ്റിക് ടോക്സിൻ ഓഫ് ബാസിലസ് സീരീസ്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ബാസിലസ് സീരീസിന് എന്താണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ് ക്വസ്റ്റ്യൻ. 126 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 126 ആണ്. Which among the following is the causative agent for shellfish poisoning? Shellfish poisoning-നകത്ത് വരുന്നുള്ള causative agent ഏതാണ്? ഗോണിയോലെക്സ് കാറ്റിനെല്ലയാണ്. നെക്സ്റ്റ് ലിക്വിഡ് മിൽക്കിൻ്റെ എന്താണ് ക്രിറ്റിക്കൽ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ദ ക്രിറ്റിക്കൽ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആസ് ദ CCP in the process steps of pasteurization in an HACCP plan for liquid milk. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക 77 ± 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് HACCPൻ്റെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെയും പഠിക്കാനില്ല. ഓക്കെ, മെയിനായിട്ട് എന്താണ് HACCP ഡെഫിനിഷനും പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുന്നത്തെ സിലബസിൽ ചിലപ്പോൾ ഓരോ പ്രൊഡക്ട്സിൻ്റെ പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നുള്ളത്. നെക്സ്റ്റ് VOD ഈസ് കോസ്ഡ് ബൈ ദ toxin present in the seeds of which adulterant plant? ഇതിനകത്താണ് ക്രോട്ടലേറിയ നാനാബൺ. ഓക്കെ, which of the following condition the disease hyperkeratosis is associated with? hyperkeratosis associated ചെയ്തിരിക്കുന്നത് ക്രോണിക് ആർസനിക് എക്സ്പോഷർ ആയിട്ടാണ്. Next, pink color formation in oysters is due to the infestation with which of the following organism? Pink color formation ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാലോ ബാക്ടീരിയം ആണ് കേട്ടോ. ഹാലോ ബാക്ടീരിയം ആണ്.
നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ഫുഗു, FUGU എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേമിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് പഫർ ഫിഷ് പോയ്സണിങ് ആണ്. പഫർ ഫിഷ് പോയ്സണിങ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഫിലിം ഫോമിംഗ് ഈസ്റ്റ് ദാറ്റ് കോസ് ദ സ്പോയിലേജ് ഓഫ് വൈൻ ഈസ് ഹാൻസെനുല. ഓക്കെ, ഹാൻസെനുല. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഹെറ്ററോഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ? ഏതാണ് ഹെറ്ററോഫെർമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ? ല്യൂക്കോനോസ്റ്റോക്ക് ആണ്. ല്യൂക്കോനോസ്റ്റോക്ക് ആണ്. Question number 60. Select the factors that favor the growth of molds compared to bacteria in fruits. എന്താണ്? Which of the factors? Select the factors that favor the growth of molds compared to bacteria in fruits. ഫ്രൂട്ട്സിനകത്ത് മോൾഡിൻ്റെ ഗ്രോത്ത് ഫേവർ ചെയ്യുന്നുള്ള ഫാക്ടർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫ്രൂട്ട്സിനകത്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്, pH കുറവാണ്. ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61. Bacteriocins are used as a food preservative against which of the following? gram negative bacteria ആണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഏതാണ്? Bacteriocins are used as a food preservative against gram negative bacteria. Question number 62. Deuterin, an antimicrobial substance produced by Lactobacillus reuteri that is used as a food preservative, requires which of the following substance as a substrate for its synthesis? അപ്പോൾ അതിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഏതാണ്? ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ ആണ്. ഓപ്ഷൻ സി. വിച്ച് among the following private enterprises contribute to the development of HACCP? പിൽസ്ബെറി ആണ്. ഓക്കെ, പിൽസ്ബെറി. നെക്സ്റ്റ്, ഡൈ റിഡക്ഷൻ ടെസ്റ്റ്, MBRT നമ്മൾ പഠിച്ചില്ലേ, മെത്തിലീൻ ബ്ലൂ. സോ ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസിങ് ദ ക്വാളിറ്റി ഓഫ് milk. The destructive effect of ozone on bacteria was first noticed by ആരാണ്? കുർക്കോവിറ്റ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, എന്താണ്? ഓസോണിൻ്റെ എഫക്റ്റ്, ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ഓഫ് ഓസോൺ ഓൺ ബാക്ടീരിയ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ സ്റ്റെപ്പ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് ഇൻ ആൻ HACCP സിസ്റ്റം? നമ്മൾ HACCP സിസ്റ്റത്തിന് 7 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതിനകത്ത് ഏതാണ് helps in determining the critical control points? So development of a decision tree അതാണ് ഏതിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് വരാണ്. വിച്ച് ഈസ് ദ മൊബൈൽ ഫേസ് ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി? ഏതാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫീനകത്ത് മൊബൈൽ ഫേസ് ആയിട്ട് വരുന്നുള്ളത്? ഗ്യാസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഇല്ലേ? അപ്പോൾ ആ ഓരോ ക്രോമാറ്റോഗ്രഫീനകത്തും ഏതാണ് മൊബൈൽ ഫേസ്, ഏതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒരു ടേബിൾ നിങ്ങൾ ഇന്ന് തന്നെ ആക്കി വെക്കുക. അറിയുന്നവരും ഒന്ന് ആക്കി വെക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മാർക്ക്, കൺഫ്യൂഷൻ കാരണം പോവാണ്ടിരിക്കട്ടെ. നെക്സ്റ്റ്, ഐസ് ഇൻ സ്വിസ് ചീസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എൻട്രാപ്മെൻറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലേ, സ്വിസ് ചീസിനകത്ത് ഐസ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻട്രാപ്മെൻറ്റ് മൂലമാണ്. Which among the following is a fungal bioagent used for the commercial production of alpha amylase? ആൽഫ അമൈലേസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഫംഗൽ ബയോ ഏജൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? കറക്റ്റ് പഠിച്ചിരുന്നില്ലേ? ആസ്പെർജില്ലസ് ഒറൈസെ ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു നോക്കണേ. അമൈലേസിൻ്റെതും അതുപോലെ തന്നെ പ്രോട്ടീസിൻ്റെതും, അതും ഫംഗലും ബാക്ടീരിയലും രണ്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. Which among the following is the actinobacteria used for the production of SCP? സിംഗിൾ സെൽ പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ആക്ടിനോബാക്ടീരിയ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? സെല്ലുലോമോണാസ് സ്പീഷീസ് ആണ്. സെല്ലുലോമോണാസ് സ്പീഷീസ് ആണ്. നെക്സ്റ്റ്, ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം വിച്ച് ഈസ് ദ ടേം ദാറ്റ് ഡിനോട്ട്സ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ മാക്സിമം സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ആ ടേം പഠിച്ചു വെക്കുക. ഏതാണ്? മോണോഡ് സാച്ചുറേഷൻ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു HACCP? അപ്പോൾ HACCPനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ് റോങ് എന്നാണ്? നോട്ട് ട്രൂ ഏതാണ്? റോങ് അല്ലേ? നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ അതാണ് ഏതാണ് റോങ്. ഇറ്റ് ഈസ് ആൻ എൻഡ് പ്രൊഡക്റ്റ് ടെസ്റ്റ്. HACCP എന്ന് പറയുന്നത് ഒരു എൻഡ് പ്രൊഡക്റ്റ് ടെസ്റ്റ് ആണോ? അല്ല. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇറ്റ് ഈസ് എ പ്രിവെൻറ്റീവ് അപ്രോച്ച്. അത് കറക്റ്റാണ്.
ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് അപ്രോച്ച്, അതും കറക്റ്റാണ്. നെക്സ്റ്റ്, കറക്റ്റീവ് ആക്ഷൻസ് ആർ ടേക്കൺ അറ്റ് എവറി സ്റ്റേജ്, അല്ലേ, ഓരോ സ്റ്റേജിലും നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളത് ഫസ്റ്റ് ആണ്, ഓപ്ഷൻ 1 ആണ്. ഇറ്റ് ഇസ് ആൻ എൻഡ് പ്രൊഡക്റ്റ് ടെസ്റ്റ്. നെക്സ്റ്റ്, ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രൂപ്പ് ജിയാർഡിയ ലാംബില ബിലോങ്സ് ടു? അവർ പ്രൊട്ടസോവയാണ്. നെക്സ്റ്റ്, പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ യൂസ്ഡ് ഫോർ ഐസ്ക്രീം മിക്സ്. ഐസ്ക്രീം മിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ ആണ് 82.2 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്. എത്രയാണ്? 82.2 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ് ആണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് സ്റ്റഫ് നൈട്രേറ്റ്സ് ആർ യൂസ്ഡ് ആസ് കെമിക്കൽ പ്രിസർവേറ്റീവ്? അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കെമിക്കൽ നൈട്രേറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഓപ്ഷൻ എ ആണ് പറയുന്നുള്ളത്, മീറ്റിനകത്താണ് കേട്ടോ, മീറ്റിനകത്താണ്. ഇനി, എ കോമൺ മോൾഡ് that could be present in insufficiently canned fruit product, അതായത് പ്രോപ്പറായിട്ട് ക്യാൻ ചെയ്യാത്ത ഇൻസഫിഷ്യൻ്റ്ലി ക്യാൻഡ് ഫ്രൂട്ട് പ്രൊഡക്റ്റിനകത്ത് കാണപ്പെടുന്നുള്ള മോൾഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. ടു വിച്ച് ഓഫ് ദ കാറ്റഗറി ദ ടോക്സിൻ ലിനാമാരിൻ ബിലോങ്സ് ടു? ലിനാമാരിൻ എന്ന് പറയുന്നത് സയനോജനിക് ഗ്ലൈക്കോസൈഡ് ആണ്, സയനോജനിക് ഗ്ലൈക്കോസൈഡ് ആണ്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എനി HACCP പ്രോഗ്രാം ഈസ്? അപ്പോൾ ഏതൊരു HACCP എടുത്താലും ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ടു കണ്ടക്ട് എ ഹസാർഡ് അനാലിസിസ്, അല്ലെ, ഏതൊരു HACCP എടുത്താലും ഹസാർഡ് അനാലിസിസ് ആണ് അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് HACCPൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്, കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 സിലബസിലും വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ഡിറ്റക്ടർ ഇൻ HPLC? HPLCക്കകത്ത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ ഏതാണ്? UV or visible. Next, which is the starting substrate used for the production of white wine? വൈറ്റ് വൈൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഗ്രേപ്സും നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് എന്താണ് ബ്ലാക്ക് ഗ്രേപ്സും നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ, ബോത്ത് 1 and 2. മെൻഷൻ ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ അഫക്റ്റിംഗ് ദ ഡൈജസ്റ്റിബിലിറ്റി ഓഫ് ഡയറ്ററി പ്രോട്ടീൻ ഇൻ ഫുഡ്. ഇതിനകത്ത് ഏത് ഫാക്ടറാണ് ഡൈജസ്റ്റിബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ട്രിപ്സിൻ ഇൻഹിബിറ്റർ ആണ്. ഏതാണ്? ട്രിപ്സിൻ ഇൻഹിബിറ്റർ ആണ്. സെലക്ട് ദ ഹാർഡ് ചീസ് എമംഗ് ദ ഫോളോവിങ്. പാർമേസൻ ആണ് ഇത് ഹാർഡ് ചീസ് ആയിട്ട് വരുന്നുള്ളത്. ചൂസ് ദ എൻസൈംസ് ദാറ്റ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ഒബ്ലിഗേറ്റ് അനേറോബിക് മൈക്രോ ഓർഗാനിസം. ഒബ്ലിഗേറ്റ് അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനകത്ത് പ്രസൻറ്റ് അല്ലാത്ത എൻസൈം ഏതാണ്? നോട്ട് പ്രസൻറ്റ് ആണ്. അപ്പോൾ SOD ആൻഡ് കാറ്റലീസ് ആണ് ഇവിടെ കറക്റ്റ് വരിക. സെലക്ട് ദ pH റേഞ്ച് അറ്റ് വിച്ച് ദ പ്രിസർവേറ്റീവ് ആക്ഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റ് ഈസ് ദ മാക്സിമം. അപ്പോൾ സോഡിയം ബെൻസോയേറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ പ്രിസർവേറ്റീവ് ആക്ഷൻ അത് മാക്സിമം ഉണ്ടാവുന്നുള്ളത് ഏത് pHലാണ്? 2.5 to 4 ആണ്, 2.5 to 4 ആണ്. Which is the symptom of spoilage caused by Cladosporium herbarum in meat? മീറ്റിനകത്ത് ക്ലാഡോസ്പോറിയം ഹെർബാരം കോസ് ചെയ്തിരിക്കുന്നതിൻ്റെ സിംറ്റം അതാണ് സ്പോയിലേജ് കോസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സിംറ്റം എന്താണ്? ബ്ലാക്ക് സ്പോട്ട്സ് ആണ്. അപ്പോൾ ബ്ലാക്ക് സ്പോട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഒരുപാട് ഓർഗാനിസത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ അനേറോബിക് ബാക്ടീരിയൽ സ്പീഷീസ് that produces a neurotoxin that is found associated with insufficient canning processes. അപ്പോൾ ന്യൂറോടോക്സിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്ലോസ്ട്രീഡിയം ബൊട്ടുലിനം. Which among the following is the spoilage symptom caused by Erwinia carotovera in vegetables? ഏതാണ്? സോഫ്റ്റ് റോട്ടാണ്. Detection of which of the compound in fish would reveal the spoilage occurrence? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, പാരാലിറ്റിക് ഷെൽഫിഷ് പോയ്സണിങ് ഈസ് കോസ്ഡ് ബൈ. എന്താണ്? പാരാലിറ്റിക് ഷെൽഫിഷ് പോയ്സണിങ് ഈസ് കോസ്ഡ് ബൈ എന്താണ്? സാക്സിറ്റോക്സിൻ ബൈ ഗോണിയോലെക്സ് കാറ്റനല്ല. അപ്പോൾ ആ ടോക്സിൻ്റെ പേര് കൂടി പഠിച്ചു നോക്കണേ. ഇത് വീണ്ടും ക്രോമാറ്റോഗ്രഫിയാണ്. വിച്ച് ഈസ് ദ ക്രോമാറ്റോഗ്രഫിക് സിസ്റ്റം that is used for analyzing samples with volatile activity? ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആണ് കേട്ടോ. വോളറ്റൈൽ ആക്ടിവിറ്റി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? GLC അല്ലെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി എന്ന് എഴുതാം.
which is the most probable food poisoning organism that is associated with the complications arising out of the consumption of Japanese food sushi? Vibrio parahemolyticus ആണ്. ഓക്കെ, വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് ആണ്. In a chemostat, what is the dilution rate if the rate is 50 ml per hour and the volume of the vessel is 500 ml? അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് 0.1 per hour ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫംഗസ് കോസസ് എർഗോട്ടിസം? എർഗോട്ടിസം കോസ് ചെയ്യുന്നുള്ള ഫംഗസ് ഏതാണ്? ക്ലാവിസെപ്സ് പർപ്പുറെ ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 94. The starting material for the production of rum is molasses. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാണ്? മൊളാസസ് ആണ്. Name the process of irradiation in which viable non-spore forming pathogenic bacteria are eliminated from the food. എന്താണ് വയബിൾ ആയിട്ടുള്ള, നോൺ വയബിൾ അല്ല, വയബിൾ ആയിട്ടുള്ള നോൺ സ്പോറിങ് ഫോം ആയിട്ടുള്ള പാത്തോജനിക് ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഇറേഡിയേഷൻ പ്രോസസ്സാണ്. ഓപ്ഷൻ എ റാഡിസിഡേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, നെയിം ദ അമിനോ ആസിഡ് ദാറ്റ് ഈസ് യൂഷ്വലി ഡെഫിഷ്യൻറ്റ് ഇൻ SCP ഓഫ് മൈക്രോബിയൽ ഒറിജിൻ. അപ്പോൾ SCP മൈക്രോബിയൽ ഒറിജിനിലുള്ള SCPനകത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? എൽ മെത്തിയോണിൻ ആണ്. ഓക്കെ, മെത്തിയോണിൻ ആണ്. നെക്സ്റ്റ്, which is the test that is used for the assessing the efficiency of pasteurization of milk? അപ്പോൾ മിൽക്കിൻ്റെ പാസ്ചറൈസേഷൻ്റെ എഫിഷ്യൻസി അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഓക്കെ, ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. The number of days to lapse before the pesticide residue get dissipated is designated as waiting period. Definition പഠിച്ചോളൂ, waiting period. Next, 1 gray in the radiation measurement is 100 rads ആണ്. 1 gray എന്ന് വെച്ചാൽ 100 rads ആണ്. Next, the causative agent of aflatoxicosis is. അഫ്ലോടോക്സിക്കോസിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് ഏതാണ്? ആസ്പെർജില്ലസ് ഫ്ലാവസ് ആണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും, അതായത് ഫീൽഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ, അതായത് നിങ്ങൾ പഠിച്ചത് മതിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. സോ താങ്ക് യു.